ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ കനേഡിയൻ മലയാളി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബോഡി ട്രെയിനിങ്ങിനെ പറ്റിയിട്ടാണ്. ബോഡി ട്രെയിനിങ് ഞാൻ എൻ്റെ മോനെ 3 വയസ്സായപ്പോഴാണ് ചെയ്തത്. അവൻ അടുത്ത വർഷം സ്കൂളിൽ പോവാണ്. അപ്പോൾ നോ ലോങ് ഡൈപ്പറിലാണെങ്കിൽ അവനെ സ്കൂളിൽ വിടാൻ പറ്റത്തില്ല. അവനെ ബോഡി ട്രെയിൻ ചെയ്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ വർഷം ചെയ്യാനായിട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഈ വർഷം ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഞാനൊരു ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ബോഡി ട്രെയിനിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയണോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് DM ചെയ്താൽ മതി, ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട്. എനിക്ക് കുറച്ച് പാരൻസ് DM ചെയ്തായിരുന്നു, അവരും സ്ട്രഗിൾ ചെയ്യുവാണെന്ന് പറഞ്ഞ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹോപ്പ്ഫുള്ളി ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ബോഡി ട്രെയിനിങ് ചെയ്തത് ഈ ബുക്ക് വായിച്ചിട്ടാണ്. ഇത് ബ്രാൻഡി ബ്രോക്സിന്റെ ബോഡി ട്രെയിനിങ് ഇൻ 3 days എന്ന് പറഞ്ഞൊരു ബുക്കാണ്. ഇതിലെ സ്റ്റെപ്സ് ഫോളോ ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ മോനെ ബോഡി ട്രെയിൻ ചെയ്തെടുത്തത്. അപ്പോൾ അതിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്, സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊച്ചുങ്ങളെ കാലിലിരുത്തിയിട്ട് നമ്മൾ അപ്പിടിപ്പിക്കുകയോ അല്ലെങ്കിൽ മൂത്രമൊഴിപ്പിക്കുകയോ ചെയ്യാറുണ്ട്. അതുപോലെ പറ്റുന്ന ഒരു സ്ഥലമല്ല കാനഡ. നമുക്ക് അങ്ങനെ പുറത്ത് കൊണ്ടുപോയി ഇരുത്തോ അല്ലെങ്കിൽ കാലിലിരുത്തി പിള്ളേർ അങ്ങനെയൊന്നും ചെയ്യാനൊന്നും ഇവിടെ പറ്റത്തില്ല. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ബുക്സ് ഒക്കെ റെഫർ ചെയ്തിട്ട് വേണം ബോഡി ട്രെയിൻ ചെയ്യാനായിട്ട്. ഞാനും എൻ്റെ ഹസ്ബൻഡും ഇതിന് മുന്നേ തന്നെ ശ്രമിച്ചായിരുന്നു ബോഡി ട്രെയിനിങ് ചെയ്യാനായിട്ട്, പക്ഷെ അൺസക്സസ്ഫുൾ ആയിരുന്നു. പക്ഷെ ഈ ബുക്ക് ഫോളോ ചെയ്ത് അതിലെ സ്റ്റെപ്സ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്തപ്പോഴത്തേക്കും എൻ്റെ മോനിപ്പോൾ ബോഡി ട്രെയിൻഡ് ആണ്. ഞാൻ ആദ്യമേ വിചാരിച്ചത് ഞാൻ സക്സസ്ഫുൾ ആയതിനു ശേഷമല്ല ഈ വീഡിയോ ചെയ്യേണ്ടത്, അതിന് മുന്നേ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഡിലേ ഉണ്ടായത്. ഇപ്പോൾ ആര്യൻ, എൻ്റെ മോൻ, ഡേ കെയറിൽ പോകുന്നുണ്ട്. അവനിപ്പോൾ ഒരു വീക്കായിട്ട് ഡ്രൈ ആയിട്ടുള്ള അണ്ടർവെയർ ആണ്. ഒരു ആക്സിഡൻസും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ അവൻ വീട്ടിലാണെങ്കിലും അവൻ പറയാറുണ്ട് അവന് പോട്ടി പോകണം എന്ന് പറയും. അവൻ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ബോഡി ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ആദ്യമായിട്ട് ആലോചിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടി അതിന് റെഡിയാണോ എന്നുള്ളതാണ്. അപ്പം നമ്മുടെ കുട്ടികൾക്ക് 22 മാസത്തിൽ പ്രായം കൂടുതലുള്ള കുട്ടികളെയാണ് ബോഡി ട്രെയിൻ ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് എന്നാണ് ഈ ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. ഞാൻ 3 വയസ്സായപ്പോഴാണ് ബോഡി ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിൽ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചുങ്ങളുടെ റെഡിനെസ് നമ്മൾ നോക്കണം. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റെഡിനെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് കുട്ടികൾ വന്ന് പറയുവാണ് എൻ്റെ ഡൈപ്പറിൽ മൂത്രമുണ്ട്, ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മുടെ അടുത്ത് വന്ന് പറയാൻ തുടങ്ങുവാണെങ്കിൽ അത് ഭയങ്കര വലിയൊരു സൈനാണ് കൊച്ചുങ്ങളെ ബോഡി ട്രെയിൻ ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ടെന്നുള്ളത്. അല്ലാത്ത സൈൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ സോളിഡ് പൂപ്സ് വന്ന് തുടങ്ങുമ്പോഴത്തേക്കും അതും ഒരു സൈനാണ് നമുക്ക് പിള്ളേരെ ബോഡി ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക ഡൈപ്പറോ അല്ലെങ്കിൽ അണ്ടർവെയറിൽ വലിക്കുകയോ അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു അൺകംഫർട്ട് ഫീലിംഗ് അവർ കാണിച്ചു തുടങ്ങുവാണ്. അതുപോലെ തന്നെ ബാത്റൂമിലെ പോടി എന്താണ്, അവിടെ ഇങ്ങനെ ടോയ്ലറ്റിലോടൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ കാണിച്ചു തുടങ്ങുവാണെങ്കിൽ നമുക്ക് ബോഡി ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യും. ഇനി ഈ ബുക്കിൽ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബോഡി ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരു 3-4 ദിവസം നമ്മൾ വീട്ടിൽ കുട്ടികളുമായിട്ട് ഇരിക്കുന്ന ഒരു ടൈം വേണം. ഓക്കെ, ആ സമയത്ത് നമ്മൾ പുറത്ത് പോകാൻ പാടില്ല, നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്യണം ഈ 4 ദിവസം. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് കുട്ടികളെ പെട്ടെന്ന് ബോഡി ട്രെയിൻ ചെയ്ത് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ ബുക്കിൽ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുട്ടികളുടെ സൈൻസ് നോക്കണം. ഓക്കെ, അതായത് അവർ കരയും, ചിലപ്പോൾ ബോട്ടി പോകണമെങ്കിൽ അവർ ഭയങ്കര ഫസ്സിയാവും, കരയും. ചില ഹൈഡിങ് സ്പോട്ട്സ് ഉണ്ട് ചില കുട്ടികൾക്ക്, ഇന്ന സ്ഥലത്ത് പോയിട്ടായിരിക്കും അവർ കാര്യം സാധിക്കുക. അപ്പോൾ അത് നോക്കുക. പിന്നെ അതുപോലെ തന്നെ ചില കുട്ടികൾ അവരുടെ പ്രൈവറ്റ് പാർട്സിൽ പിടിച്ച് വലിക്കുകയോ തൊടുകയോ ഒക്കെ ചെയ്യും ആ സമയത്ത്. ഓക്കെ, അതും ഒരു സൈനാണ്. അതുപോലെ തന്നെ ഡൈപ്പറിൻ്റെ ഉള്ളിൽ നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന കുട്ടികളും ഉണ്ട്. അപ്പം നമ്മുടെ കുട്ടികളുടെ സൈൻ എന്താണെന്നുള്ളത് നമ്മൾ നോക്കി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, എൻ്റെ മോൻ അത് ഈസി ആയിരുന്നു. അവനിവിടെ ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു, അതിൻ്റെ ബാക്കിലായിരുന്നു അവൻ്റെ ഫേവറേറ്റ് സ്പോട്ട്. അപ്പോൾ എപ്പോൾ ട്രീയുടെ ബാക്കിൽ പോയാലും പിടിച്ചുകൊണ്ട് പോയി ബാത്റൂമിൽ കൊണ്ട് ഇരുത്തിയാൽ മതിയായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ പോട്ടി ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ കുട്ടികളെ യൂറിനേഷൻ പ്രോസസ്സ് എന്താണെന്നുള്ളതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതായത് നമ്മൾ വെള്ളം കുടിക്കുന്നു, നമ്മുടെ വെള്ളം ഉള്ളിൽ കൂടെ പോയി വയറ്റി ചെന്നു, അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നമുക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടുന്നു, അപ്പം നമ്മൾ മൂത്രം ഒഴിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ബാത്റൂമിൽ പോകുമ്പോഴത്തേക്കും കൊച്ചിനെ കൂടെ കൊണ്ടുപോവുക. അപ്പം ഞാൻ പറയാം, അമ്മ വെള്ളം കുടിച്ചു, കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയ്ക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടി, അപ്പം അമ്മ ബാത്റൂമിൽ പോയി, അമ്മ ഇരുന്നു, അമ്മ മൂത്രം ഒഴിച്ചു, അമ്മ ഫ്ലഷ് ചെയ്തു, അത് അമ്മയുടെ ഹാൻഡ് വാഷ് ചെയ്തു. ഈ പ്രോസസ്സൊക്കെ പിള്ളേരെ പറഞ്ഞ് മനസ്സിലാക്കുക. ഏതായാലും നമ്മുടെ കുട്ടികളും നമ്മുടെ കൂടെ ബാത്റൂമിൽ വരും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് നിങ്ങൾ ഷെയിം ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല, നമ്മൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്.
പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സാധനങ്ങൾ റെഡിയാക്കി വെക്കണം. ഒന്ന്, നമ്മൾ കുറച്ച് ചോക്ലേറ്റ്സ് വാങ്ങിച്ച് വെക്കണം വീട്ടിൽ. ഇത് ചോക്ലേറ്റ്സ് ഞാൻ വാങ്ങിച്ചത് M&M's ആണ്. ഓക്കെ, ഞാൻ സാധാരണ കുട്ടികൾക്ക് ഷുഗർ കൊടുക്കണതിൻ്റെ എഗെയിൻസ്റ്റ് ആണ്. പക്ഷേ ബോഡി ട്രെയിനിങ്ങിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ചോക്ലേറ്റ്സ് തന്നെ കൊടുക്കണം എന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. ഈ ബുക്കിലും അത് തന്നെ പറയുന്നത്. അതിന് റീസൺ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളോട് പറയുവാണ്, ബോഡി ട്രെയിനിങ് ചെയ്തു, നീ മൂത്രം ഒഴിച്ചു, നിനക്ക് ഞാനൊരു ട്രീറ്റ് തരാമെന്ന് പറഞ്ഞിട്ട് പറയുവാണ്, ഞാൻ അടുത്ത ദിവസം ഗ്രോസറി സ്റ്റോറിൽ പോകുമ്പോൾ അമ്മ നിനക്കൊരു ടോയ് വാങ്ങിച്ചു തരാം. ഓക്കെ, അത് കുഞ്ഞു പിള്ളേരുടെ മൈൻഡിൽ രജിസ്റ്റർ ചെയ്യില്ല. അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു റെക്കഗ്നിഷൻ കൊടുക്കണം. അതിന് ഏറ്റവും ബെസ്റ്റ് ചോക്ലേറ്റ്സ് ആണ്. മൂത്രം ഒഴിക്കുക, അവർക്കൊരു ട്രീറ്റ് കൊടുക്കുക. അപ്പോൾ അവർക്ക് മനസ്സിലാവും മൂത്രം ഒഴിച്ചുകൊണ്ടാണ് അവർക്ക് ട്രീറ്റ് കിട്ടിയെന്നുള്ളത്. അപ്പോൾ M&M's പോലത്തെ ക്യാൻഡീസ് വാങ്ങിച്ചു വെക്കുക. അതുപോലെ തന്നെ അണ്ടർവെയർ, ഇഷ്ടം പോലെ അണ്ടർവെയർ വാങ്ങിച്ചു വെക്കണം. കാരണം ഇത് കഴുകി ഉണക്കി നമ്മൾ ഇടിയിപ്പിക്കാനുള്ള ടൈം ഉണ്ടാവില്ല. അതിന് മുന്നേ തന്നെ കുറേ എണ്ണത്തിൽ പണി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ കുറേ അധികം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഞാനൊരു 24 അണ്ടർവെയർ വാങ്ങിച്ചു വെച്ചായിരുന്നു ബോഡി ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ. അതുപോലെ തന്നെ വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ചാർട്ടോ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഒരു സ്റ്റിക്കറോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുക. ഓരോ പ്രാവശ്യം ബോഡി ട്രെയിൻ ചെയ്യുമ്പോൾ അവരെ കൊണ്ട് തന്നെ കൊണ്ടുപോയി സ്റ്റിക്കർ ഒട്ടിപ്പിക്കുക. ബോഡി ട്രെയിൻ ചെയ്തത്, നീ പോയി മൂത്രം ഒഴിച്ചത് കൊണ്ട് നിനക്ക് ഈ സ്റ്റിക്കർ തരുന്നു എന്നുള്ള രീതിയിൽ കാണിച്ചു കൊടുക്കാനായിട്ട്. അതും നല്ലൊരു മോട്ടിവേഷനാണ് പിള്ളേർക്ക്. പിന്നെ വേണ്ടത് പോഡി. ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ നമ്മളൊരു പോട്ടി ചെയർ വാങ്ങിക്കുന്നതിന് പകരം കുട്ടികളെ ഡയറക്റ്റ്ലി ടോയ്ലറ്റ് യൂസ് ചെയ്യാനായിട്ട് പഠിപ്പിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ആദ്യമേ പോട്ടി യൂസ് ചെയ്യാൻ പഠിപ്പിക്കണം, അത് കഴിഞ്ഞിട്ട് പിന്നെ ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ പഠിപ്പിക്കണം. അതുപോലെ തന്നെ നമ്മൾ പുറത്തൊക്കെ കുട്ടികളെ കൊണ്ടുപോകുമ്പോഴത്തേക്കും അവർക്ക് പോട്ടി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അവർ നോർമൽ ബാത്റൂം തന്നെയല്ലേ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ പ്രോപ്പർ ടോയ്ലറ്റ് യൂസ് ചെയ്യാനായിട്ട് പഠിപ്പിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതിൽ നമുക്ക് വേണ്ടത് ഒരു നല്ല ടോയ്ലറ്റ് സീറ്റാണ്. ഓക്കെ, ഈ ബുക്കിൽ പറഞ്ഞേക്കുന്ന ബേബി ബിയോണ്ട് എന്ന് പറഞ്ഞൊരു ബ്രാൻഡുണ്ട്, അത് വാങ്ങിക്കാനാണ്. ഞാനും അത് തന്നെ സജസ്റ്റ് ചെയ്യുള്ളൂ. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഞാൻ വാൾമാർട്ടിൽ പോയിട്ട് ഒരു ചീപ്പായിട്ടൊരു സാധനം വാങ്ങിച്ചായിരുന്നു. അത് ഫുൾ ടൈം ടോയ്ലറ്റ് സീറ്റിൽ ഇങ്ങനെ സ്ലിപ്പ് ആവും. അപ്പോൾ ആരെയും അതിൻ്റെ പൊക്കത്ത് കയറിയിരിക്കാൻ പേടിയായിരുന്നു. ഓക്കെ, പക്ഷെ ബേബി ബിയോണ്ട് ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു അഡ്ജസ്റ്റബിൾ നോബ് ഉണ്ട്. അപ്പോൾ ഏത് ടോയ്ലറ്റിലാണെങ്കിലും അത് ഇരിക്കുകയും ചെയ്യും, നല്ല ഫ്ലെക്സിബിൾ ആയിട്ട് ഇരിക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ വാങ്ങിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റൂളാണ്. കാരണം കുട്ടികൾ കാലെത്തില്ലല്ലോ, അപ്പോൾ അവർക്ക് കയറി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്റ്റൂളും വയ്ക്കാം. പിന്നെ ഞാൻ അഡീഷണൽ ആയിട്ടുള്ള ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ ബാത്റൂമിൽ സിങ്കിൻ്റെ പൊക്കത്ത് അവന് ഡിസ്ട്രാക്ഷൻ ആയിട്ട് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. എൻ്റെ മേക്കപ്പ്, ഞങ്ങളുടെ സ്കിൻ കെയർ സ്റ്റഫ് എല്ലാം എടുത്ത് അങ്ങോട്ട് മാറ്റി. അതായത് ബാത്റൂമിൽ പോണത് ഇതിന് വേണ്ടിയിട്ട് മാത്രമാണ്. അവന് വേറെ ഡിസ്ട്രാക്ഷനുള്ള ഒരു സാധനം അതിൻ്റെ ഉള്ളിൽ വെച്ചില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചു നമ്മുടെ കയ്യിൽ വെച്ചു. അതുപോലെ തന്നെ കുട്ടീനെ ബോഡി ട്രെയിനിങ് എന്താണെന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലീനിങ് സപ്ലൈസ്. ആക്സിഡൻറ്റ്സ് ഉണ്ടാവും ഗൈസ്. ഈ 3-4 ദിവസം ആക്സിഡൻറ്റ്സ് നല്ലപോലെ ഉണ്ടാവും. അപ്പോൾ ക്ലീനിങ് ആയിട്ടുള്ള സപ്ലൈസ് നമ്മൾ കയ്യിൽ കരുതി വെക്കണം. ഞാൻ പേപ്പർ ടവൽസ് യൂഷ്വലി വാങ്ങിക്കാത്തതാണ്, പക്ഷേ ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇഷ്ടംപോലെ പേപ്പർ ടവൽസ് വാങ്ങിച്ചു വെച്ചു. കാർപ്പറ്റ് ക്ലീനേഴ്സ് ഉണ്ടായിരുന്നു. എൻ്റെ കാർപ്പറ്റ് ക്ലീനേഴ്സ് ഓൺ ദ ഗോ ആയിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഫ്ലോർ ക്ലീൻ ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും ഞാൻ വാങ്ങിച്ചു വെച്ചായിരുന്നു. ഇനി നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചു, 3 ദിവസമായി. ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയപ്പേഴ്സ് ഇസ് ഡൺ. ഇനി നമ്മൾ ഡയപ്പേഴ്സിലോട്ട് ഒരു തിരിച്ചു പോക്കില്ല എന്നുള്ളത് നമ്മുടെ മൈൻഡിൽ നമ്മൾ നിശ്ചയിച്ച് വെക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളപ്സ് വാങ്ങിക്കണം. പുള്ളപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ കുട്ടികളെ നിർത്തിയിട്ട് നമ്മൾ പുള്ളപ്സ് ഇടിപ്പിക്കുമല്ലോ, അതുപോലത്തെ സാധനം. അല്ലാണ്ട് കിടത്തിയല്ല ചേഞ്ച് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ പുള്ളപ്സും വാങ്ങിച്ചു വയ്ക്കണം നല്ലതാണ്. പുള്ളപ്സ് യൂഷ്വലി നൈറ്റ് ടൈം മാത്രമാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. അല്ലാത്ത സമയത്തൊക്കെ അണ്ടർവെയറിലാണ് എൻ്റെ മോനെ ഞാൻ ഇരുത്താറുള്ളത്. ഓക്കെ, പുള്ളപ്സ് രാത്രി നമുക്ക് അവർക്ക് ബെഡിൽ കിടന്നുറങ്ങുമ്പോഴത്തേക്കും ആക്സിഡൻറ്റ്സ് ഉണ്ടാവാണ്ടിരിക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ കുട്ടികളെ ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കുട്ടികളെ യൂറിനേഷൻ പ്രോസസ്സ് എന്താണെന്നുള്ളത് പറഞ്ഞു പഠിപ്പിക്കും. നമ്മൾ ബാത്റൂമിൽ പോകണം എങ്ങനെയാണെന്ന് കണ്ടുപഠിപ്പിക്കും. അതുപോലെ തന്നെ പിള്ളേരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നീ ഒരു ബിഗ് ബോയ് ആണ്, ഈ ഒരു സ്മോൾ ബേബി അല്ല. അപ്പോൾ നീ എന്താ ചെയ്യേണ്ടത്? നീ പോഡിയിലാണ് പോകേണ്ടത്. ഒരിക്കലും കൊച്ചുങ്ങളെ അത് കഴിഞ്ഞിട്ട് കിടത്തിയിട്ട് പുള്ളപ്സ് ഒന്നും ഇടിപ്പിക്കരുത്. നിർത്തി തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുക. സോ ദാറ്റ് ബിക്കോസ് ഹീസ് എ ബിഗ് ബോയ് ഓർ എ ബിഗ് ഗേൾ, അല്ലാണ്ട് ഒരു ബേബി അല്ല. അപ്പോൾ അവരെ തന്നെ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി അവർക്കൊരു ഹൈപ്പ് കൊടുക്കണം. എന്നാലാണ് അവർ മോട്ടിവേറ്റ് ആവുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ബോഡി ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചുങ്ങൾ എന്തെങ്കിലും സൈൻസ് കാണിക്കുമ്പോഴത്തേക്കും അപ്പം തന്നെ അവരെ കൊണ്ടുപോയി ബാത്റൂമിൽ ഇരുത്തുക. മൂത്രം ഒഴിക്കാനായിട്ട് നമ്മൾ
മോട്ടിവേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വേറെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നല്ല ഡ്രിങ്ക്സ്, ഫ്രൂട്ട് ജ്യൂസസ് അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിച്ച് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നിറച്ച് വെച്ചിരിക്കണം. എന്നിട്ട് എല്ലാ മൂത്രം ഒഴിച്ച് കഴിയുന്ന സമയത്ത് നമ്മൾ അവർക്ക് ജ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലിക്വിഡ് കൊടുക്കണം. അപ്പം നമുക്കറിയാം കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും അവർക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടും എന്നുള്ളത്. അപ്പോൾ ഒരു 5 minutes 10 minutes ആഫ്റ്റർ ഡ്രിങ്കിങ് നമ്മൾ അവരെ കൊണ്ടുപോയി മൂത്രം ഒഴിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് ചോക്ലേറ്റ് കൊടുക്കുക, സ്റ്റിക്കർ ഒട്ടിക്കുക. അവരെ എപ്പോഴും ഭയങ്കരമായിട്ട് ഹൈപ്പ് ചെയ്യണം. വാവ്, യു ഡിഡ് എ അമേസിങ് ജോബ്, സൂപ്പർബ്, വാട്ട് എ ബിഗ് ബോയ്. ഇതൊക്കെ നമ്മുടെ വായിൽ വന്നുകൊണ്ടേയിരിക്കണം. അവർക്ക് ഫീൽ ചെയ്യണം ഇത് അവർ ചെയ്യുന്ന എന്തോ ഒരു വലിയ കാര്യമാണെന്നുള്ളത്. അതുപോലെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കൊച്ചു മൂത്രം ഒഴിച്ചുകൊണ്ട് നിൽക്കുമെന്ന് വിചാരിച്ചോ, ഒഴിക്കാൻ തുടങ്ങിയല്ലോ, അവരവിടെ ഒഴിച്ചോട്ടെ എന്ന് വിചാരിക്കരുത്. എന്നാലും എടുത്തുകൊണ്ട് പോയി ബാത്റൂമിൽ ഇരുത്തണം. കാരണം എന്നിട്ട് പറയണം ബാത്റൂമിലാണ് മൂത്രം ഒഴിക്കേണ്ടത്, അല്ലാണ്ട് പുറത്തല്ല. എന്നാലാണ് അവർക്ക് മനസ്സിലാവുള്ളൂ. അവരവിടെ നിന്ന് മൂത്രം ഒഴിക്കുമ്പോൾ നമ്മൾ നോക്കിയിട്ട് ഏതായാലും മൂത്രം ഒഴിച്ചു ഇനിയിപ്പോൾ ക്ലീൻ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവരതൊരിക്കലും മനസ്സിലാക്കാൻ പോണില്ല. അതുപോലെ തന്നെ കൊച്ചുങ്ങൾക്ക് ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോഴത്തേക്കും ഫ്രീക്ക് ഔട്ട് ചെയ്യരുത്, സ്ട്രെസ്ഡ് ആയിട്ട് കാണിക്കരുത്. അവരോട് പറയണം സാരമില്ല, ആക്സിഡൻറ്റ്സ് ഹാപ്പൻ, അതൊന്നും കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം അമ്മേനോട് പറഞ്ഞാൽ മതി. എന്നിട്ട് നല്ലൊരു മൈൻഡിൽ അവരെ കാണിച്ചു കൊടുക്കുക. ഇപ്പോൾ നീ ഇവിടെ മെസ്സ് ഉണ്ടാക്കിയില്ല, അമ്മയ്ക്ക് അത് ക്ലീൻ ചെയ്യണമല്ലോ, സാരമില്ല, അടുത്ത പ്രാവശ്യം ബാത്റൂമിൽ പോയാൽ മതി, ഇത് അമ്മ ക്ലീൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ക്ലീൻ ചെയ്യണം. ഒരിക്കലും അതൊരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ് അവരെ കാണിക്കരുത്. അത് കൂടുതൽ സ്ട്രെസ് ഉണ്ടാക്കുകയുള്ളൂ. നമുക്ക് ബോഡി ട്രെയിനിങ് ചെയ്യുമ്പോഴത്തേക്കും പിള്ളേരെ ബോഡി ട്രെയിനിങ് പേടിപ്പിക്കുകയല്ല വേണ്ടത്, അല്ലേ? അപ്പം നമ്മൾ എപ്പോഴും ഒരു കാം പീസ്ഫുൾ മൈൻഡിലിരിക്കണം. അത് കഴിഞ്ഞിട്ട് കൊച്ചിന് ഇപ്പോൾ ആക്സിഡൻറ്റ് ഉണ്ടായി, മൂത്രം അണ്ടർവെയറിലായി, വെറ്റായെന്ന് വിചാരിച്ചു. നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴും പറയേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? ഓ സാരമില്ല, അണ്ടർവെയർ വെറ്റായോ, വെറ്റ് അണ്ടർവെയർ ബാഡാണ്, ഓക്കെ, യക്കിയാണ്, കൊള്ളില്ല, ആണ്, ഓക്കെ. അത് ഊരിയിട്ട് നമുക്ക് ഡ്രൈ ആയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നൈസ് അണ്ടർവെയർ ഇടാമെന്ന് പറയണം. അപ്പോൾ കൊച്ചുങ്ങൾക്ക് വെറ്റും ഡ്രൈയും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുവാണ്. വെറ്റ് ഇസ് ബാഡ്, ഡ്രൈ ഇസ് ഗുഡ്. എല്ലാ പ്രാവശ്യം എവറി സിംഗിൾ ടൈം റെപ്പിറ്റേഷൻ ഇസ് ദ തിങ് ഗൈസ്. എപ്പോഴും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. വെറ്റ് ഇസ് ബാഡ്, ഡ്രൈ ഇസ് ഗുഡ്. അപ്പോൾ അങ്ങനെ വേണം നമ്മളത് പോട്ടി ട്രെയിൻ ചെയ്തെടുക്കാനായിട്ട്. ഒരു 3 ദിവസം നമ്മളിത് കണ്ടിന്യൂ ചെയ്യുമ്പോഴത്തേക്കും കുട്ടികൾക്ക് അത് മനസ്സിലായി തുടങ്ങും. ഒരു 4 ദിവസം ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ബെറ്റർ ആവും. 10 ദിവസത്തിനുള്ളിൽ പ്രോപ്പറായിട്ട് ചെയ്യാൻ തുടങ്ങും. ആദ്യമൊക്കെ എൻ്റെ ഒരു പ്രോബ്ലം വിത്ത് ആര്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്താൽ പറയില്ലായിരുന്നു മൂത്രം ഒഴിക്കണം എന്നുള്ളത്. അതൊരു ഭയങ്കര വലിയ ബാരിയർ ആയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇത് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം അവൻ തന്നെ പറഞ്ഞു തുടങ്ങി പോട്ടിന്ന്. അവനെ കൊണ്ട് പോട്ടി പോണം എന്ന് പറയിപ്പിക്കാനായിട്ട് ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ കൊക്കോമെലൻ അതുപോലെ പെപ്പർ പിഗ് അതിലൊക്കെ പോട്ടി ട്രെയിനിങ്ങിൻ്റെ എപ്പിസോഡ്സും സോങ്സും ഉണ്ട്. അതൊക്കെ ഞാൻ പ്ലേ ചെയ്ത് കൊടുക്കുമായിരുന്നു. സോ ദാറ്റ് അവന് മനസ്സിലാക്കാനായിട്ട് ഇത് ചെയ്യേണ്ട സമയമായി, ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഒരിടയ്ക്കൊക്കെ ഞാൻ ഫുൾ ടൈം മറ്റേ പാട്ടായിരുന്നു, വെൻ യു ഗെറ്റ് എ ഫീലിംഗ് വേ ഡൗൺ ലോ യു സ്റ്റോപ്പ് വാട്ട് യു ഡൂയിങ് ആൻഡ് ഗോ ഗോ ഗോ. അപ്പോൾ അങ്ങനെയൊക്കെ പാട്ടൊക്കെ പാടി നമ്മൾ പിള്ളേരെ മോട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 ദിവസത്തിനുള്ളിൽ എല്ലാം ഓക്കെ ആവും. അപ്പോൾ നിങ്ങൾക്കും ഈ വീഡിയോ കണ്ടിട്ട് കൊച്ചുങ്ങളെ ബോഡി ട്രെയിൻ ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ബുക്ക് വായിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഈ ബുക്കിലുണ്ട്. പക്ഷെ അതല്ല, നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ചെയ്യണം എന്നാണെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാം. അപ്പോൾ അത്ര എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ ഗൈസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ കോമെൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്യാം. ഈ ബുക്കിൻ്റെ ഡീറ്റെയിൽസും ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം അല്ലെങ്കിൽ ഒരു നല്ല രാത്രി ആശംസിക്കുന്നു. ബൈ.